ഹലോ ഗായ്സ്, വെൽക്കം ടു ഒരു പുതിയ വീഡിയോ. ഇന്ന് നിങ്ങളെ ഞാൻ എൻ്റെ റൂമിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ വീട് കാട്ടിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും എൻ്റെ സ്വന്തം വീടല്ല. ഇതാണ് എൻ്റെ സ്വന്തം വീട്, ഇതാണ് എൻ്റെ സ്വന്തം റൂം. ഞാനപ്പോൾ നിങ്ങളെ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലായിട്ട് ഒരു ക്വിക്ക് വീഡിയോയിലായിട്ട് ക്ഷണിക്കുന്നതാണ്. ഓക്കെ ഗായ്സ്. ഗായ്സ്, ഈ പുറകെ കാണുന്ന പെട്ടികളൊക്കെ ഉണ്ടല്ലോ. പെട്ടിയിലൊക്കെ എന്തൊക്കെയോ മേടിച്ചതിൻ്റെ സാധനങ്ങളാണ്. നമ്മളതങ്ങനെ കളയാറില്ല. എന്തെങ്കിലും കാര്യത്തിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചെങ്ങനെയാണ് ഈ കാണുന്നത്. പിന്നെ എൻ്റെ ഒരു ഷെൽഫുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്. മോയ്സ്ചറൈസർ, പിന്നെ ഇതിൻ്റെ സോക്സ് ഇട്ട് വയ്ക്കുന്ന ഒരു പെട്ടിയാണ്. ഇത് എൻ്റെ പെർഫ്യൂം. പിന്നെ നമുക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു QR സ്കാനർ. പിന്നെ ഈ ബാഗിൻ്റെ ഉള്ളിൽ എൻ്റെ ചേച്ചിയുടെ ഒരു ഇതുണ്ട്, ലാപ്പുണ്ട്. പിന്നെ ഒരു തേപ്പൂട്ടി ഉണ്ട്, പിന്നെ ആവി പിടിക്കുന്ന സാധനം, പിന്നെ കുറച്ച് ഡ്രസ്സ്, ഒരു സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ പുതിയതായിട്ട് മേടിച്ച സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ചേട്ടൻ്റെ കൊച്ചിന് വേണ്ടി മേടിച്ചാണ്. നമ്മുടെ സ്വന്തം പാപ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആളുടെ സാധനങ്ങളാണ് കേട്ടോ. വേണ്ട, ഇതൊക്കെ അവൻ്റെ സാധനങ്ങളാണ്. ഞാൻ പിന്നെ ഇവിടെ ഒരു ചെറിയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ, ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ. അപ്പോൾ സാധനങ്ങൾ ആ വീഡിയോ അപ്പോൾ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ എന്താണ് അതിൻ്റെ പേര്, ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ. അത് നെറ്റ്ഫ്ലിക്സിലൊരു സീരീസാണ്. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധനം കൊള്ളാം. അപ്പോൾ ഞാനിങ്ങനെ കണ്ട് അഡിക്റ്റഡ് ആയിട്ട് അത് ഒരു ദിവസമായിട്ട് മൊത്തം ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങും പരിപാടികളും വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളൊന്നും അത്രയ്ക്ക് സെറ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമുക്ക് ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളങ്ങനെ വീഡിയോ എടുക്കാനാണ്. പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന പെട്ടി ഉണ്ടല്ലോ, ഇരിക്കുന്ന പെട്ടി നമ്മുടെ കടയിലുണ്ടായിരുന്നതാണ്, ക്യാഷ് ബോക്സ് ആയിരുന്നു. അപ്പോൾ ഞാനത് കട സ്റ്റോപ്പ് ചെയ്ത് സമയത്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നു. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊരു അറിയാൻ പാടില്ല. വീട്ടിൽ സാധനങ്ങളാണ് അതിൽ മോശിച്ചിരിക്കണം. എന്തൊക്കെയോ പൊടികളോ എന്തൊക്കെയോ ഇതൊക്കെയാണ്, ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണത്, ഇതൊക്കെ എന്താണ് എന്തോ ഗ്ലോസ്റ്റിങ്ങോ ഇതൊക്കെ ഉണ്ടാതൊക്കെയാണ്. ഇത് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പിന്നെ എനിക്ക് എൻ്റെ ഈ പെട്ടിക്കുള്ളിൽ എന്താ നോക്കാം. പെട്ടിക്കുള്ളിൽ നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ട കുറച്ച്. ഇങ്ങനെ ഫയൽസും കാര്യങ്ങളും സാധനം ഇളകി പറഞ്ഞിരിക്കണോ. പിന്നെ കുറച്ച് ഇളകി ഒറ്റയ്ക്കുണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഒരു സോഫയുണ്ട് ഇവിടെ. സോഫയുണ്ട്, കുറച്ച് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ബെഡ്. അപ്പോൾ അത്ര വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ റെക്കോർഡ് ചെയ്യണത് എൻ്റെ ഒരു മൈക്കുണ്ട്. ഇത് DJ ഒരു മൈക്കാണ്. ഇതിൻ്റെ ഒരു ഫുൾ സെറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യണ ക്യാമറ DJ പോക്കറ്റ് 3 ആണ്. അപ്പോൾ അതിലാണ് ഞാൻ സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വേറെ ഇതൊന്നുമില്ല. എൻ്റെ എഡിറ്റ് ചെയ്യണ ടൂളാണ്, എൻ്റെ എഡിറ്റ് ചെയ്യുന്ന ഡിവൈസാണ് ഇരിക്കുന്നത്, എൻ്റെ സ്വന്തം ഫോൺ. ഓക്കെ, വിവോയുടെ IQ C7 Pro. അത് ഞാൻ പണിക്ക് പോയ സമയത്ത് മേടിച്ചാണ്. പണിക്ക് പോയ സമയത്ത് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് ചോദിച്ച് ഞാനൊരു ഫോൺ മേടിച്ച്, അതും ബജാജിൻ്റെ EMIയിൽ മേടിച്ചാണ്. അതാണ് മേടിച്ച്, അതൊക്കെ അടച്ചു തീർന്നു. പിന്നെ ഞാനൊരു ഷൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഷൂസ് എടുത്തത് ന്യൂ ബാലൻസിൻ്റെ ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊരു കലക്കണ ഓഫർ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോഴേക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 12,000 രൂപയുടെ ഷൂ ആണ്, ഇത്തിരി കോസ്റ്റ്ലി സാധനമാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി, ന്യൂ ബാലൻസ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാഗ്രഹം തോന്നി. ഇപ്പോൾ ഒരു ഓഫർ കിട്ടി എനിക്ക് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ അതിനാണെങ്കിൽ ഒരു 6,500 രൂപ മറ്റാണ്ടായി ആ ഒരു റേഞ്ചിൽ കിട്ടി. ഞാനത് മേടിച്ചത് സൂക്ഷിച്ച് കൊണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ചെളിയൊന്നും ആവാനായിട്ട് സമ്മതിക്കില്ല, സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാനങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു ടൈമിൽ, കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമിൽ ഞാനൊരു ചെറിയ ട്രിപ്പ് പോയായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക്, വേറെ ആരും ഉണ്ടാകുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയാൽ. അപ്പോൾ ഞാൻ ചെറിയൊരു പടവനടിച്ച് എൻ്റെ ഷൂ കീറിപ്പോയി. ഷൂവിൻ്റെ ഫ്രണ്ട് ഭാഗം കീറി കേട്ടോ. ഫ്രണ്ട് ഭാഗം കീറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്തവരലില്ലേ, തന്തവരലിൻ്റെ അവിടെ കീറിയിട്ട് തന്തവരലൊക്കെ പൊട്ടി ഷോക്കായി. എന്നിട്ടെന്താണ്, എനിക്ക് കാല് പൊട്ടിയതല്ല അത്രയ്ക്ക് സങ്കടമായത്, എൻ്റെ ഷൂ കീറിപ്പോയി. ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച ഷൂ ആയിരുന്നു, അതാണ് കീറിപ്പോയി. എനിക്ക് ഭയങ്കര സെറ്റായിപ്പോയി. പിന്നെ ഞാൻ ആ പോയതിൻ്റെ ട്രിപ്പ് ഭയങ്കര മെമ്മറബിളായിട്ടുള്ള സാധനമായിരുന്നു. കാരണം ഞാനത് ഇങ്ങനെ വണ്ടിയിൽ പോയി
ഇലക്ട്രിക്കിലാണ് ഇലക്ട്രിക് സ്കൂട്ടറിലാണ് പോയത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ പോയിട്ട് വൈബായിരുന്നു. ഇലക്ട്രിക് സ്കൂട്ടറിൽ പോയിട്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ട് കേട്ടോ ഗൈസ്. സംഭവം സെറ്റായിരുന്നു അന്നത്തെ. ഞാനന്ന് പോയ ട്രിപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സംഭവം സെറ്റായിരുന്നു. അതായത് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് അന്ന് പോയത്. അന്ന് എവിടെയാണ് പോയത്? ഇടുക്കിയിലാണ് പോയത്. ഇടുക്കിയിൽ പോയി ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വൈറ്റിലയിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വൈറ്റില തന്നെ ഏതറിൻ്റെ ഒരു ഷോറൂമുണ്ട്. അപ്പോൾ ഞാൻ ഏതറിൻ്റെ ഷോറൂമിൽ ചെന്നിട്ട് വണ്ടി ചാർജ് ചെയ്യാനിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴും ഏകദേശം 80% ചാർജ് ആയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്ത് ഞാൻ അവിടെ നിന്ന് നേരെ ഇടുക്കിക്ക് വിട്ട് നമ്മൾ അടിവാരമൊന്നും എത്തിയില്ല. അതിന് മുമ്പ് തന്നെ ചാർജ് ഓൾമോസ്റ്റ് തീർന്നു. എന്നിട്ട് ഞാൻ അവിടുത്തെ ഒരു ചാർജിങ് സ്റ്റേഷൻ തപ്പി ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ പോയത്. ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചാർജ് ചെയ്തിട്ട് പിന്നെ അടുത്ത സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യാന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷേ ആദ്യം ചെന്നപ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റേഷനിൽ തകർന്ന് കിടക്കണമായിരുന്നു. അത് KSEBിയുടെ ഒരു ചാർജിങ് പോയിൻ്റ് ആയിരുന്നു. സാധനം തകർന്ന് കിടക്കണമായിരുന്നു. എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ അന്ന് ഞാൻ പിന്നെ എങ്ങനെ ചാർജ് ചെയ്യും, എവിടെ പോയി ചാർജ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ടേ ഷോക്കായിപ്പോയി. എന്നിട്ട് ഞാനാണെങ്കിൽ അവിടുത്തെ 1-2 പള്ളികളുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ 1-2 ആൾക്കാരെ കണ്ട് സംസാരിച്ച്, ചേട്ടാ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ്, ഇങ്ങനെ പോകണതാണ്, എനിക്ക് വണ്ടി ചാർജ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവസാനം ഒരു പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റില്ല, നടപടിയാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ സെർച്ച് ചെയ്യാനാണല്ലോ അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റണമെന്ന്. എന്നിട്ട് ഞാൻ അങ്ങനെ ചെന്നിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു നമ്മുടെ മുസ്ലിംസിൻ്റെ ഇതുണ്ടായിരുന്നു, മോസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ആളെ കണ്ട്, അവിടുത്തെ മെയിൻ ആളെ കണ്ട് ഞാനിപ്പോൾ ചോദിച്ചു ഇങ്ങനെ പിന്നെ കഥ റിപ്പീറ്റ് അടിച്ചിട്ട് ഞാൻ ചാർജ് ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനെന്താ അപ്പം തന്നെ ചാർജ് ചെയ്യാൻ പറഞ്ഞു എന്നോട്. പിന്നെ ഞാനവിടെ കുത്തിയിട്ട് ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. കുറേ നേരം ഇത് ചാർജ് ആകാൻ കുറേ സമയം എടുക്കില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് കുറേ സമയം എടുത്ത് പയ്യെ കഴിച്ചേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാനവിടെ ഇങ്ങനെ ഇരിക്കുക, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് തീർന്നിട്ട് പോകണില്ല. ഞാനവിടെ ഇരുന്ന് ചെറുതായിട്ട് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോഴേക്കും എന്നെ അവിടുത്തെ ഓണർ പൊക്കിയിട്ട് പറഞ്ഞ്, മോനെ ഇതിങ്ങനെ നടക്കില്ല, ഇവിടെ ഉറങ്ങാനൊന്നും പറ്റില്ല, ഇത് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ തന്നെ പൊക്കോളണം എന്നുള്ള രീതി പറഞ്ഞു. ടെററായി. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, പിന്നെ കഥയെ റിപ്പീറ്റ് അടിച്ചേട്ടാ. അപ്പോൾ പുള്ളി പറഞ്ഞ് നടക്കില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞ് പൈസയും കൊടുത്തിട്ട് ഇറങ്ങി. നേരെ എന്നിട്ട് വണ്ടി എടുത്ത് പോയി. എന്നിട്ട് പോണ വഴിയിൽ പിന്നെയും ചാർജ് ഇറങ്ങിപ്പോയി. നിങ്ങൾക്കറിയാം, മൂന്നാറിലെ ഇടുക്കിയൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, 2 വഴിയുണ്ട്. ഒന്ന് മെയിൻ വഴി, ഒന്ന് എളുപ്പത്തിൽ പോകാനുള്ള വഴി. ഞാൻ എളുപ്പത്തിൽ പോകാനുള്ള വഴി മാപ്പിൽ നോക്കിയിട്ട് ആണ് പോയത്. പക്ഷേ ഈ എളുപ്പത്തിലുള്ള വഴിയിലൊരു കുഴപ്പമുണ്ട്. അതായത് അവിടെയാണെങ്കിൽ കയറ്റമിറക്കമെന്ന് വെച്ചാൽ മുട്ടൻ കയറ്റമിറക്കും. എന്നിട്ട് കയറ്റമിറക്കവും കയറി ഇറങ്ങി എൻ്റെ വണ്ടിയുടെ ചാർജ് അപ്പം തന്നെ പോയി. എന്നിട്ട് ഞാൻ ചാർജ് ചെയ്യാനായിട്ട് ഇറക്കത്തിൽ കുറച്ച് സ്പീഡിൽ പോവും. എന്നിട്ട് റീജനറേറ്റീവ് ഉണ്ട് വണ്ടി, ഇങ്ങനെ പുറയിട്ട് തിരിച്ച് കഴിഞ്ഞാൽ റീജനറേറ്റീവായിട്ട് വണ്ടി ചാർജ് ആവൂട്ടാ. അപ്പോൾ ഞാൻ ഈ സാധനം ഇങ്ങനെ റീജനറേറ്റ് ചെയ്ത് ചാർജ് ചെയ്ത് കയറി ഇറങ്ങും അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ പോയിട്ട് റീജനറേറ്റീവ് ചെയ്യുവാണെങ്കിൽ ചാർജ് കൂടുതൽ കിട്ടും. അപ്പോൾ ഞാനൊരു ഐഡിയയിൽ റീജനറേറ്റീവ് ചെയ്യാനായിട്ട് കുറച്ച് സ്പീഡിൽ കൂടുതൽ ഇറക്കത്തിൽ ഇറങ്ങിയതാണ്. ഈ ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടില്ല, ഒരു വളവുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഇങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ വളച്ചതാണ്. ഇങ്ങനെ വളച്ച് കഴിഞ്ഞപ്പോഴും വളവിൽ തന്നെ ചരലുണ്ടായിരുന്നു. കയറുന്നു. പിന്നെ രാത്രി ഇപ്പോൾ 12 മണി കഴിഞ്ഞ്, 12 മണി 1 മണിയായി. ഞാനെന്നിട്ട് എന്ത് ചെയ്ത്, അവിടെ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, സൈഡിൽ ഇങ്ങനെ ഒരു വളവും ഒരു ടാസ്ക്കായി പോയില്ലേ. ടാസ്ക്കായെന്ന് വെച്ചാൽ മുട്ട ടാസ്ക്കായി. ഇങ്ങനെ വന്നിട്ട് തെന്നിപ്പോയി, വണ്ടി അങ്ങ് തെന്നിപ്പോയി, പുത്തൻ വണ്ടി. വണ്ടി സൈഡ് മൊത്തം സ്ക്രാച്ചായി. എൻ്റെ ഷൂ അപ്പോഴാണ് കീറിയത്. കീറി. ഞാൻ ആ വീഴ്ചേൻ്റെ ഒരു ഇമ്പാക്റ്റ് എൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഞാനിങ്ങനെ ഫ്രണ്ട് കുത്തിയാണ് വീണേ. എൻ്റെ നെഞ്ച് മൊത്തം കീറി, കയ്യും കാലും മുട്ടയൊക്കെ കീറി, തൊലിയൊക്കെ പോയെന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് വീണേക്കണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കീറി പൊളിഞ്ഞല്ലോ. ഞാനപ്പോൾ അവിടെ കിടന്നിങ്ങനെ റോട്ടിൽ കമന്ന് കിടന്നിട്ട് ഇങ്ങനെ മേളിലോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ആകാശം കാണാൻ എനിക്ക് നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മലയുടെ മുകളിലാണല്ലോ, മലയുടെ മുകളിൽ നല്ല ക്ലിയർ വ്യൂ ആണ്.
ഞാനിങ്ങനെ ആകാശമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അവിടെ ഒരു മിനിറ്റ് 1-2 മിനിറ്റ് ഞാൻ അവിടെ ഇങ്ങനെ കിടന്നു മേലോട്ട് നോക്കി. അപ്പോഴേക്കും സൈഡിൽ അവിടെ ഒരു പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു, എന്തോ ചെറിയൊരു ഒരു പെട്ടിക്കട പോലെ സാധനം ഇട്ടിട്ട്. പുള്ളി 1 മിനിറ്റ് ഞാൻ അവിടെ കിടന്നിട്ടും പുള്ളി വന്നില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട്, കാരണം ഞാൻ അനക്കില്ലാതെ കിടക്കണം, അപ്പോൾ പുള്ളി അടുത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി വന്നിങ്ങനെ നോക്കി. എന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ തന്നെ എണീച്ചേട്ടാ അവിടെ നിന്ന്. അപ്പോൾ എണീച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ എണീക്കണമെന്നപ്പിനും കയ്യിൽ പിടിച്ച് സപ്പോർട്ട് ചെയ്തു. ഞാനങ്ങ് റോട്ടിൽ നിന്ന് മാറി നിന്നു. എന്നിട്ട് ഞാനിങ്ങനെ മാറി നിന്നിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വീണേൻ്റെ തൊട്ട് സൈഡിൽ ഇങ്ങനെ ഇറക്കുക, കൊക്ക പോലെ. ഭാഗ്യത്തിന് അങ്ങോട്ട് വീണില്ല, ടാസ്ക് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ അവിടെ കുറേ നേരം നിന്ന്. പുള്ളി എനിക്ക് കുറച്ച് വെള്ളമൊക്കെ തന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ എനിക്ക് ചാർജില്ലല്ലോ, ഈ സെയിം സിറ്റുവേഷൻ തന്നെ. ചാർജില്ല, അടുത്ത ദൂരത്തിട്ട് പോകാൻ പറ്റില്ല. ഞാനപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേനും ഒരു കടയും കാര്യങ്ങളായിട്ടുള്ള ചെറിയൊരു ജംഗ്ഷൻ പോലെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ അവിടെ കടയിലത്തെ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെയാണ്, ഞാൻ ഇവിടുന്ന് തന്നെയാണ്, ചാർജില്ല, ഇലക്ട്രിക് വണ്ടിയാണ്, ചാർജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേനും പുള്ളി പറഞ്ഞ് കട അടയ്ക്കാൻ പോകണതാണ് എന്ന് പറഞ്ഞു, വേറെ ഓപ്ഷനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ സിറ്റുവേഷൻ പിന്നെ ഇങ്ങനെ പറഞ്ഞ് സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞ് അന്നൊരു കാര്യം ചെയ്യാം, എൻ്റെ വീട് ഇവിടെ താഴ്ത്തുണ്ട്, എൻ്റെ വീട്ടിൽ വന്ന് ചാർജ് ചെയ്തോളാൻ പറഞ്ഞിട്ട്. എന്നിട്ട് വീട്ടിൽ പോയി നിന്ന് ചാർജ് ചെയ്ത് കുറേ നേരം കുത്തിയിട്ട് പുള്ളി അവിടെ നിന്ന് കേബിളൊക്കെ അകത്താ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അകത്തെ പോയിൻ്റിൽ നിന്ന് പുള്ളി വയറൊക്കെ എടുത്ത് തന്ന് നീട്ടിയിട്ട് ചാർജ് ചെയ്ത്. പിന്നെ കുറേ നേരം ഞാൻ അവിടെ നിന്ന് അവൻ്റെ പിള്ളേരുണ്ടായിരുന്നു, പിള്ളേരോടൊക്കെ സംസാരിച്ച് കുറേ നേരം അങ്ങനെ അവിടെ നിന്ന്. അവിടുത്തെ ചേച്ചിയുണ്ട്, ചേച്ചി ഞാൻ വന്നപ്പോൾ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. സ്ട്രേഞ്ചറിനെ പോലെ നമ്മൾ മൈൻഡ് ചെയ്തില്ല. പുള്ളിക്കാരി എന്താണ്ട് എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കണേ, കഥയൊക്കെ എഴുതിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കാണാം, എനിക്ക് വിൻഡോ കൂടെ കാണാം പുള്ളിക്കാരി ഇങ്ങനെ എഴുതണ കാണാം. പിന്നെയാണ് മനസ്സിലായത് കഥ എഴുതാനായിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് രാത്രി അവിടുത്തെ അത്താഴം അവിടെ നിന്ന് തന്നെ കഴിച്ചേട്ടാ. എന്നോട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കമ്പനിയായി ഞാൻ അപ്പം തന്നെ. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേരായിട്ട് കമ്പനിയായി, പിന്നെ ചേച്ചിയായിട്ടും അവിടുത്തെ ചേട്ടനായിട്ടൊക്കെ കമ്പനിയായി. അപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അവർക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട് നോക്കിയൊക്കെ പോകണം, നല്ല ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ദൈവവിശ്വാസികളായിരുന്നു. ദൈവത്തിനോട് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടല്ല വിട്ട് അവിടെ നിന്ന്. ഞാൻ എന്നിട്ട് രാത്രി തന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഒരു പമ്പിൽ വന്ന് കുറേ നേരം ചാർജ് ചെയ്യാനിട്ട്, എന്നിട്ട് പമ്പിൽ കുറേ നേരം കുത്തിയിട്ട് എന്നിട്ട് വെളുപ്പിന് 7 മണി ആയപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് പോണത്. അതിൽ യാത്രയിൽ വൈകുന്നേരം കഴിഞ്ഞിട്ടില്ലേ, ഞാൻ ഒരു 2-3 തവണ ചാർജ് ചെയ്യാനായിട്ട് നിൽക്കേണ്ടതെന്ന്. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ സംസാരിച്ച്. ഷൂ ഈറിപ്പോയി, സെഡായിപ്പോയി. വണ്ടി മൊത്തം സ്ക്രാച്ചായി, സൈഡ് മൊത്തം സ്ക്രാച്ചായി. പിന്നെ അത് ഇൻഷുറൻസിൽ ശരിയാക്കാൻ പറ്റിയിട്ടാ, ഈതറായിരുന്നു വണ്ടി, ആ ഇൻഷുറൻസിൽ ശരിയാക്കാൻ പറ്റി. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ചെറിയ ജേർണി. അപ്പോൾ നൈസായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റാവുന്ന രീതിയിൽ ആൾക്കാരോടൊക്കെ സംസാരിക്കാനായിട്ടും അല്ലെങ്കിൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം, ഏറ്റവും വളരെയധികം നല്ലതാണ്. കാരണം നമ്മൾ എത്രയധികം ഇൻട്രോവേർട്ടായിട്ട് മാറി നിൽക്കുകയെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രമാത്രം നമുക്ക് സ്ട്രെസ്സ് കൂടും, അത്രമാത്രം നമുക്ക് പ്രഷർ കൂടും. നമുക്ക് ഒരുപാട് നമ്മൾ കാര്യങ്ങളിങ്ങനെ ഐഡിയ ചെയ്തല്ല ഉള്ളിൽ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിലില്ലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ആൾക്കാരോട് ഇടപഴകുക, ആൾക്കാരായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഗ്രൂപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഡിപ്രഷനോ ആൻസൈറ്റിയാ പ്രഷറാ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലില്ലേ, അങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റുക, അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ളവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ അവർക്കൊരു റിലീഫ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ജീവിക്കണമല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ ആൾക്കാർക്ക് ബെനിഫിറ്റ് വന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണേ നല്ലതാണ്. നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോഴേക്കൊരു ഒരു സന്തോഷം കിട്ടും, അതിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക്. നമ്മൾ കാരണം എന്തെങ്കിലും ഒരു ആളുടെ ലൈഫിൽ പോസിറ്റീവ് സംഭവിച്ചല്ലോ അല്ലെങ്കിൽ സംഭവിക്കണുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കണത് നല്ലതാണ്. അതും കൂടിയാണ്
എനിക്ക് എൻ്റെ മൈൻഡിലുണ്ടാകുന്ന കാര്യം, എൻ്റെ തോട്ടിലുണ്ടാകുന്ന കാര്യം എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോഴേക്കും ഇന്നെനിക്ക് വേറെ ടോപ്പിക്കൊന്നും പതിവുള്ള പോലെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച്, വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ റൂം ജസ്റ്റ് കണ്ടല്ല, ശോകം അത്ര ശോകമല്ല, ലൈറ്റുണ്ട്, ഫാനുണ്ട്, ബെഡുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒരു നേരം കയറി കിടക്കാനായിട്ട് സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നമ്മൾ നമ്മുടെ മേളിലോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ താഴെയുള്ള ആൾക്കാരെയും കൂടി ചിന്തിക്കണം ഇടയ്ക്ക്. അപ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളിലായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഇങ്ങനെ മേളിലോട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൽ വലിയ കാര്യമില്ല. അപ്പോൾ നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സഹായിക്കുക, കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക. മാക്സിമം പ്രതീക്ഷകൾ കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ സങ്കടങ്ങളും പെയിനും ഉണ്ടാകുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കാതെ ചെറിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുക. എന്നിട്ട് പ്രത്യേകിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരെ സഹായിക്കുന്നേ, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നേ നല്ല കാര്യമല്ല അതൊക്കെ. അങ്ങനത്തെ ആൾക്കാരും വേണമല്ലോ. ഒരാളുടെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ടും ആൾക്കാർ വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ളവരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. അങ്ങനെയുള്ളവരെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ബിസിനസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ബിസിനസ് എൻ്റർപ്രനറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷനും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ചെറിയ രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അത് വീഡിയോ ചെയ്ത് ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ആക്കിയിട്ടില്ലല്ലോ. അത് നമുക്കിനി ചെയ്യണം. അതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ്. സബ്സ്ക്രൈബേഴ്സ് തീരെയില്ല, ലൈക്കില്ല, ഷെയറില്ല, കമൻറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ പറ്റുവാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക, ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് കലക്കാനുണ്ട്, നമുക്ക് സെറ്റപ്പായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഇന്ന് വേറെ അധികം വലിയ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തില്ല. എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തായിരുന്നു. എൻ്റെ റൂമിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാട്ടിയായിരുന്നു. അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്കിതിൽ പറയാനില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിനോടുകൂടി സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോണെയാണ്. ഓക്കെ, ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ VN ഞാൻ എഡിറ്റ് ചെയ്യണത്. VN എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ യൂട്യൂബിൽ ഇന്ന് തന്നെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് കിടക്കുകയുള്ളൂ. സമയം ഇപ്പോൾ എനിക്ക് 3 മണിയായി, വെളുപ്പിന് 3 മണിയായി. ഇത് ചെയ്തിട്ട് ഇന്ന് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം വരില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ, സീ യു.